Hi all, welcome to Competitive Cracker. ഞാൻ ഹരികൃഷ്ണൻ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നെറ്റ് മാനേജ്മെന്റ്, നെറ്റ് കൊമേഴ്സ് ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് അൺഫെമിലിയർ ആയിട്ടുള്ള ടേംസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. കുറെ പേരെ കേട്ടിട്ടുണ്ടാവും, കുറെ പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് നെറ്റിന് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് ടേംസ്, കുറച്ച് അൺഫെമിലിയർ ആയിട്ടുള്ള ടെർമിനോളജീസ് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടേംസ് ആണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ നമുക്ക് അങ്ങനെയുള്ള ടേംസ് പരിചയപ്പെടാം. നിങ്ങൾ വഴിയെ നമ്മളുടെ ഓരോ പ്രൊമോസും കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ടേംസ് മനസ്സിലാവും. നെറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടെർമിനോളജീസ്, പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടെർമിനോളജീസ് കേൾക്കും. പിന്നെ വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ നമ്മൾ അൺഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് അങ്ങനെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. സാധാരണ നെറ്റിന് മാനേജ്മെന്റിനും കോമേഴ്സിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എ മൾട്ടിനാഷണൽ കമ്പനി അക്വയർസ് ആൻ എക്സിസ്റ്റിംഗ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇൻ ഇന്ത്യ ആൻഡ് മോഡേണൈസസ് ഇറ്റ്സ് മെഷീനറി ടു സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ഇമ്മീഡിയറ്റ്ലി. This type of foreign direct investment is known as, options under option A greenfield investment, option B brownfield investment, option C portfolio investment and option D joint venture. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും കൂടെ വായിക്കാം. എ മൾട്ടിനാഷണൽ കമ്പനി അക്വയർസ് an existing automobile manufacturing plant in India and modernizes its machinery to start production immediately. This type of FDI is known as what? ഈ ടെർമിനോളജിയിൽ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ലോക്ക് ചെയ്തോ. ഓക്കെ, നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ല എങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇതൊന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഒരു കമന്റ് സെക്ഷനിൽ ഒരു തംസ് അപ്പ് അടിക്കുക ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. Okay, അപ്പോൾ brownfield investment. A brownfield investment is a type of foreign direct investment in which a company purchases, leases or merges with an existing business or a production facility and upgrades or expands it instead of building a new one. ഓക്കെ, അപ്പോൾ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ ഒരു കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ആ ഒരു പ്രദേശത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയെ എന്ത് ചെയ്യും അവർ പർച്ചേസ് ചെയ്യും. കമ്പനിയല്ല, അവരുടെ ഫെസിലിറ്റീസിനെ അവർ പർച്ചേസ് ചെയ്യും, ലീസിനെടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയായിട്ട് മെർജ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനി ആയിട്ട് ഒരു മെർജ് ചെയ്യും അല്ലെങ്കിൽ അക്വയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? എന്നിട്ട് അവരത് എക്സ്പാൻഡ് ചെയ്ത് എന്താക്കും? ഒരു പുതിയൊരു ഫെസിലിറ്റി ആക്കി മാറ്റും. അതിനെയാണ് നമ്മൾ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കട്ടെ, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മറ്റൊരു രാജ്യത്ത് എനിക്ക് ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടാവും. ഞാൻ അവിടെ ചെന്നിട്ട് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫേമുമായിട്ട് മെർജർ ചെയ്യോ അല്ലെങ്കിൽ ചിലപ്പോൾ അക്വസിഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാൻഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെ മോഡേണൈസ് ചെയ്ത് ആ ഫെസിലിറ്റി ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കും. ഓക്കെ, അതിനെയാണ് നമ്മളിവിടെ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേമിലോ അല്ലെങ്കിൽ അവരുടെ അസറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് മോഡേണൈസ് ചെയ്ത് ഒരു പുതിയൊരു ബ്രാൻഡ് ആക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. യൂസസ് എക്സിസ്റ്റിംഗ് ലാൻഡ്, ബിൽഡിംഗ്സ് ഓർ infrastructure, faster to start operations, lower construction cost and time, may require renovation or modernization, common through acquisitions and mergers. Okay, for example, ഇപ്പോൾ എനിക്ക് മറ്റൊരു രാജ്യത്ത് ഒരു ഫാക്ടറി തുടങ്ങണം. അവർ ഓൾറെഡി ഒരു ഫാക്ടറി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ അതിനെ മോഡേണൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുവഴി എനിക്ക് ഉണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഞാൻ റിനോവേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് മോഡേണൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുവഴി എനിക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും, എനിക്ക് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യാൻ സാധിക്കും. ഓക്കെ, എനിക്ക് പൊതുവെ ചെലവ് കുറവാണ്, പക്ഷെ എനിക്ക് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യാനും സാധിക്കും. അതിനെയാണ് നമ്മൾ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം.
നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ടാറ്റ ഒരു ഫേമസ് ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ജാഗ്വറിനെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടാറ്റ അക്വയർഡ് ജാഗ്വർ ലാൻഡ് റോവർ 2008, അതായത് 18 വർഷം മുമ്പാണ് നമ്മളുടെ ടാറ്റ മോട്ടോഴ്സ് എന്തിനെ അക്വയർ ചെയ്തത്? ജാഗ്വറിനെ അക്വയർ ചെയ്തത്. അവരെന്താ ചെയ്തത്? ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് എ ന്യൂ ഓട്ടോമൊബൈൽ പ്ലാന്റ് ഇൻ ദി UK, ടാറ്റ മോട്ടോഴ്സ് ടുക്ക് ഓവർ ദി എക്സിസ്റ്റിംഗ് കമ്പനി ആൻഡ് ഇറ്റ്സ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ്. ഓക്കെ, UK ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ജാഗ്വറിന്റെ ഫെസിലിറ്റിയും മാനുഫാക്ചറിംഗ് യൂണിറ്റും കൂടെ എന്ത് ചെയ്യുമായിരുന്നു? ടാറ്റ ഏറ്റെടുക്കുമായിരുന്നു. ടാറ്റയ്ക്ക് അവിടെ പുതിയ ഒരെണ്ണം പണിയേണ്ടി വന്നില്ല. അവരത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തു? ഒന്നും കൂടെ മോഡേണൈസ് ചെയ്തിട്ട് അവരവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇടയ്ക്ക് നെറ്റ് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, a multinational company buying an existing textile factory in India and upgrading its machinery is another brownfield investment. ഇതും ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ മറ്റൊരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Which one of the following correctly differentiates greenfield investment from brownfield investment? അപ്പൊ നിങ്ങൾക്ക് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്കൊരു ധാരണയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിന്റെയും ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിന്റെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എ, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് അക്വിസിഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് എന്റർപ്രൈസ് വെറാസ് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് അപ്പ് എ ന്യൂ എന്റർപ്രൈസ്. നമ്മൾ കഴിഞ്ഞ തവണ ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് പഠിച്ചപ്പോൾ ഇങ്ങനെ അല്ല പഠിച്ചത്. ഓക്കെ, ബ്രൗൺഫീൽഡ് എന്തായിരുന്നു? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയെ നമ്മളൊന്ന് മോഡേണൈസ് ചെയ്യുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ബി, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് അപ്പ് എ ന്യൂ എന്റർപ്രൈസ് ഫ്രം സ്ക്രാച്ച് വെറാസ് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് അക്വയറിംഗ് ഓർ എക്സ്പാൻഡിംഗ് ആൻ എക്സിസ്റ്റിംഗ് എന്റർപ്രൈസ്. മറ്റ് സ്റ്റേറ്റ്മെന്റ്സിന് നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് ബി ആണ് കറക്റ്റ്. നമ്മൾ ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു. ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് അക്വയറിംഗ് ഓർ എക്സ്പാൻഡിംഗ് ആൻ എക്സിസ്റ്റിംഗ് എന്റർപ്രൈസ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്റർപ്രൈസിനെ എന്താണ് ചെയ്യുന്നത്? മറ്റൊരു കമ്പനി അക്വയർ ചെയ്യുന്നു, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റനിൽ പഠിക്കുന്നത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് അപ്പ് എ ന്യൂ എന്റർപ്രൈസ് ഫ്രം സ്ക്രാച്ച്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നേരത്തെ നമ്മളുടെ ആ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ നോക്കിയ കാര്യമാണ്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വിച്ച് എ കമ്പനി എസ്റ്റാബ്ലിഷസ് ആൻ എൻറ്റയർലി ന്യൂ ബിസിനസ് ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഫ്രം സ്ക്രാച്ച് ഇൻ അനദർ കൺട്രി. ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്, എനിക്കൊരു മറ്റൊരു രാജ്യത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അവിടെ ചെന്ന് സ്ക്രാച്ചിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? തുടങ്ങണം. അവിടെ ചെന്നിട്ട് എനിക്ക് പുതിയ ഫാക്ടറി ഉണ്ടാക്കണം, പുതിയ ഓഫീസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങണം. എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം? സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തിന് ഞാനൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മെർജേഴ്സോ അക്വിസിഷനോ ഒന്നുമല്ല. ഞാൻ മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് സ്ക്രാച്ചിൽ നിന്ന് ഫ്രം സ്ക്വയർ അല്ലെങ്കിൽ ഫ്രം സീറോയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് ആണ് ന്യൂ ലാൻഡ് ആൻഡ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ. ഞാൻ അവിടെ ചെന്ന് സ്ഥലം വാങ്ങണം, ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കണം. ഫുൾ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ അല്ലെങ്കിൽ ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രശ്നമുണ്ട്, കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. ഇപ്പൊ മെർജേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്? എനിക്ക് മറ്റൊരു കമ്പനിയായിട്ട് ഞാൻ മെർജ് ചെയ്യുവാണ് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിൽ. അപ്പോൾ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കില്ല. മെർജ് ചെയ്യുന്ന കമ്പനി ഏതാണോ അവരുടെ ഡയറക്ടേഴ്സിനും കുറച്ച് കൺട്രോൾ അവരുടെ കയ്യിലും ഉണ്ടാവും. പക്ഷേ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിൽ ഞാനാണ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. ഹയർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോങ്ങർ സെറ്റപ്പ് ടൈം. ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് നോക്കുമ്പോൾ ഗ്രീൻഫീൽഡിന് കുറച്ച് ചിലവ് കൂടുതലാണ്. കാരണം ഞാൻ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുവാണ്. ഞാൻ പുതിയൊരു ഫേം സെറ്റ് ചെയ്യണം, ബാക്കിയെല്ലാം എൻ്റെ ബിസിനസ് ഞാൻ അവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് ചിലവേറിയ സംഗതികളാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. അടുത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് മോഡേൺ ഫെസിലിറ്റീസ്. പുതിയ രാജ്യത്ത് നിന്ന് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? എൻ്റെ രാജ്യത്ത് ഞാൻ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ചെയ്യുന്നതെങ്കിൽ മറ്റു രാജ്യത്തിൻ്റെ അത് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. പുതിയ ടെക്നോളജിയും മോഡേൺ ഫെസിലിറ്റീസും ആണ് വേണ്ടത്. അത് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം.
Hyundai Motor Company established a new manufacturing plant at Sri Perumbudur by building the facility from ground up. This is a greenfield investment. അപ്പോൾ ഹുണ്ടായി എന്ന് പറയുന്ന ഒരു പ്രമുഖ കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്തത്? തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുതൂരിൽ അവർ ഒരു പുതിയൊരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പുതിയൊരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങി. എന്നിട്ട് അവരവിടെ കാർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, എ ഫോറിൻ ഇലക്ട്രോണിക്സ് കമ്പനി പർച്ചേസിംഗ് എംപ്റ്റി ലാൻഡ് ഇന്ത്യ ആൻഡ് കൺസ്ട്രക്ടിങ് എ കംപ്ലീറ്റ്ലി ന്യൂ ഫാക്ടറി ഈസ് ഓൾസോ കോൾഡ് എ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞ കാര്യം തന്നെയാണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മറക്കരുത്, ഇതാണ് ബ്രൗൺ ഫീൽഡ് ആൻഡ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിലെ ഒരു 2 മെത്തേഡ്സ് ആണ് ബ്രൗൺ ഫീൽഡ് ആൻഡ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കാലം, കുറച്ച് ഇയേഴ്സിൽ, പ്രീവിയസ് ഇയേഴ്സിൽ നെറ്റിൽ ചോദിച്ചിട്ടുള്ള, ഇന്റർനാഷണൽ ബിസിനസ്സിൽ നെറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഗ്രീൻ ഫീൽഡ് ആൻഡ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മളിന്ന് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെറ്റിന്റെ 150 ഡേയുടെ ബാച്ച് CCയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവസാന നിമിഷം പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അതിന് ഒരു 5 മാസം, ഈ 150 ദിവസം നിങ്ങളൊന്ന് എഫേർട്ട് ഇടുക തന്നെ വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അപ്പോൾ നമ്മളുടെ ഫാക്കൽറ്റീസ്, നമ്മളുടെ മെന്റേഴ്സ്, നമ്മളുടെ PhD ഹോൾഡേഴ്സും JRF ഹോൾഡേഴ്സുമായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും മെന്റേഴ്സും ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പൊ CCയുടെ സഹായത്തോടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസംബറിലെ JRF ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, PYQs, മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ ഞങ്ങളുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ CCയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മളുടെ 150 ഡേയുടെ ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബോർഡിൽ കാണുന്ന നമ്മളുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.